Hi guys, welcome back to my channel. If you're new to my channel, my name is Namita. I am a flight attendant and I travel the world to make a living. Welcome to another video. Don't forget to like, share and subscribe to my channel. ഞാനാണെങ്കിൽ ഒരു എമിറേറ്റ്സ് ജേർണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ യൂട്യൂബ് തുടങ്ങി. പക്ഷേ യൂട്യൂബിൽ ഞാൻ ഒരു എമിറേറ്റ്സിൻ്റെ വീഡിയോ ഇടാൻ നേരത്ത് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ച് തുടങ്ങി എമിറേറ്റ്സിനെ കുറിച്ച്. സോ ഐ തോട്ട് ലൈക്ക് വൈ നോട്ട് ഡു ഒരു Q&A, കാരണം ഐ ബീൻ റിസീവിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് എമിറേറ്റ്സ്. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു Q&A ചെയ്യാം, വേറെ ഐ ആൻസർ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ്. ഞാനാണെങ്കിൽ കോമൻസിൽ കാണുന്നുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്, പക്ഷേ ലൈക്ക് വൺ ബൈ വൺ ആയിട്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ഐ മേക്ക് എ വീഡിയോ ആൻഡ് എക്സ്പ്ലെയിൻ എവറിത്തിങ്. സോ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫോണിലും എൻ്റെ ബുക്ക് പേപ്പറിലും ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. എമിറേറ്റ്സിനെ കുറിച്ച് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ഐ ട്രൈ ടു ആൻസർ ആസ് മച്ച് ആസ് പോസിബിൾ. പക്ഷേ ഐ ഡോണ്ട് വാണ്ട് മേക്ക് ദിസ് വീഡിയോ ലോങ് ആസ് വെൽ. സോ നോക്കാം, ലെറ്റ്സ് സീ എങ്ങനെ പോകുന്നു നോക്കാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഇസ് നമിത. ഐ ആം 25 years old. ഞാൻ നാട്ടിലാണ് ജനിച്ചത്. 4ാം ക്ലാസ് വരെ നാട്ടിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാനും എൻ്റെ ഫാമിലിയുമായിട്ട് ഞങ്ങൾ ദുബായിലേക്ക് മൂവ് ചെയ്തു. സോ എൻ്റെ സ്കൂൾ, എൻ്റെ കോളേജ്, എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എല്ലാം ദുബായിലാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേച്ചി വേർ ആർ യു സ്റ്റേയിങ്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അതെനിക്കൊന്നും എൻ്റെ പ്രായം അറിയാത്തത് കൊണ്ടായിരിക്കാം. അല്ല, ഇഫ് യു തിങ്ക് ഐ എം എൽഡർ ദാൻ യു, ഇഫ് യു ആർ അബൌട്ട് 25, ഇറ്റ്സ് ഓക്കെ, കോൾ മീ ചേച്ചി, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് കോൾ മീ നമിത, നോ പ്രോബ്ലം. സോ വേർ ആം ഐ സ്റ്റേയിങ്? ഞാനാണെങ്കിൽ ദുബായിലാണ്. ഞാൻ കുടുംബമായിട്ട് ദുബായിലാണ് താമസിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു, എമിറേറ്റ്സ് അക്കോമഡേഷനിലാണോ താമസിക്കുന്നത്? നോ, ഐ ഡോണ്ട് സ്റ്റേ ഇൻ എമിറേറ്റ്സ് അക്കോമഡേഷൻ. എമിറേറ്റ്സ് അക്കോമഡേഷനിൽ സ്റ്റേ ചെയ്യുന്നത് ഇഫ് യു ഡോണ്ട് ഹാവ് ഫാമിലി ഇൻ ദുബായ്. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലി ഉണ്ട്. എൻ്റെ അച്ഛൻ നാട്ടിലാണ്, പക്ഷേ എൻ്റെ അമ്മയും ചേട്ടനും എല്ലാം ദുബായിലുണ്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അവരുടെ കൂടാണ് ദുബായിൽ താമസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 35 to 40 years കഴിഞ്ഞ ക്രൂ എന്തെടുക്കും? നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ യൂഷ്വലി എമിറേറ്റ്സ് ക്യാബിൻ ക്രൂ ആണെങ്കിൽ യു ക്യാൻ ഓൺലി ബി എ ക്രൂ ടിൽ യു ടേൺ 50 ആയി കഴിഞ്ഞാൽ പിന്നെ യു വിൽ ഹാവ് ടു മൂവ്. ഒന്നെങ്കിൽ ക്രൂ ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല, പക്ഷേ യു ക്യാൻ സ്റ്റിൽ ബി പാർട്ട് ഓഫ് എമിറേറ്റ്സ്. എവിടെയെങ്കിലും ഗ്രൗണ്ട് ജോബിൽ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ യു കനോട്ട് ബി എ ക്രൂ. പിന്നെ എനിക്ക് അടുത്ത് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു മാരി ഇഫ് യു ആർ എ ക്യാബിൻ ക്രൂ? ഇത് ആക്ച്വലി നാട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് ജോലി കിട്ടാൻ നേരത്ത് അമ്മ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാബിൻ ക്രൂ ആയിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന്. യെസ്, കല്യാണം കഴിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല. ഞാൻ എത്രയോ ആൾക്കാരുടെ കല്യാണം കഴിച്ച ആൾക്കാരും കുഞ്ഞുങ്ങളുണ്ടായ ആൾക്കാരും അങ്ങനെ കുറേ ആൾക്കാരുടെ പോയിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. സോ യെസ്, നാട്ടിൽ ജസ്റ്റ് പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെ കല്യാണം കഴിച്ചാൽ ക്രൂ ആവാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഇൻ എമിറേറ്റ്സ് അതൊന്നും ഒരു പ്രശ്നമില്ല. പേഴ്സണൽ ലൈഫ് വേറെ, വർക്ക് ലൈഫ് വേറെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, what qualification do we require in order to be a cabin crew? So at least for Emirates, അങ്ങനെ പുറത്ത് ഏവിയേഷൻ കോളേജിൽ ചെന്ന് പഠിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ലൈക്ക് യുനോ എന്തെങ്കിലും ഏവിയേഷൻ ഡിഗ്രിയോ അല്ലെങ്കിൽ കോളേജിൽ ചെന്ന് ഏവിയേഷൻ കോഴ്സോ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ എമിറേറ്റ്സ് തന്നെ നമ്മളെ അവരുടെ ട്രെയിനിങ് കോളേജിൽ കൊണ്ടുപോയിട്ട് 2 മാസത്തെ ഇൻറ്റൻസ് ട്രെയിനിങ് തരും. 2 മാസം കൊണ്ട് ലൈക്ക് A to Z ഒരു എയർക്രാഫ്റ്റിൻ്റെ A to Z നമുക്കറിയും. ഇൻക്ലൂഡിങ് ലൈക്ക് അവിടെ എന്തൊക്കെ, ഏത് സ്റ്റേഷനിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എവിടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയ ഇവാക്വേഷൻ ടെക്നിക്ക് എന്താ, എല്ലാം A to Z നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ മാക്സിമം നമ്മളെ പഠിപ്പിച്ച് പെർഫെക്റ്റ് ആക്കി ഗ്രാജുവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ പുറത്ത് നിന്ന് ഏവിയേഷൻ കോളേജിൽ നിന്നൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എമിറേറ്റ്സിൻ്റെ തന്നെ സ്വന്തമായിട്ട് ഒരു ഏവിയേഷൻ കോളേജ് ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇവിടെയാണ് കോളേജ് ചെയ്തത്, ഞാൻ ദുബായിലാണ് കോളേജ് ചെയ്തത്. പക്ഷേ ഞാൻ പഠിച്ച കോഴ്സ് ഇസ് ബാച്ചുലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, BBA, സ്പെഷ്യലൈസ്ഡ് ഇൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. സോ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ നിന്ന് ഞാൻ എമിറേറ്റ്സിൽ ജോയിൻ ചെയ്തത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാമെന്ന്. സോ ഞാൻ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് BBA കഴിഞ്ഞിട്ട്
എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഞാൻ ഗ്രാജുവേറ്റ് പോലും ആയില്ല, അതിനു മുമ്പ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. ഓണസ്റ്റ്ലി ഐ എം സോ പ്രൗഡ് ഓഫ് ദാറ്റ്. ആദ്യം വർക്ക് ചെയ്തത് ഒരു IT കമ്പനിയിലാണ്. അവിടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഓണസ്റ്റ്ലി ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റി. കാരണം നമ്മളൊരു ഫ്രഷർ ആയിട്ടിരിക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ടാണ് നമുക്കൊരു ജോലി കിട്ടാൻ. കാരണം CV-യിൽ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് കുറേ വർക്ക് എക്സ്പീരിയൻസ് പാർട്ട് ടൈം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതല്ലാണ്ട് ഫുൾ ടൈം ജോബ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. സോ ഓണസ്റ്റ്ലി ഐ വാസ് റിയലി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. സോ IT കമ്പനിയിൽ ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പിന്നെ 3 months or 4 months എന്തോ ഞാൻ വർക്ക് ചെയ്തുള്ളൂ. കാരണം അവിടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് കുറേ ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഐ ഡോണ്ട് ഹാവ് ഡ്രൈവിംഗ് ലൈസൻസ്. സോ ഐ വാസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഹാർഡ് ടു ലൈക്ക് മൂവ് അറൗണ്ട്. ഞാൻ ബസ്സും മെട്രോയും ഒക്കെ പിടിച്ച് പോകണമായിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ മീ. അപ്പോൾ പിന്നെ ഐ ഹാഡ് ടു ഫൈൻഡ് അനദർ ജോബ്. അങ്ങനെ ഞാൻ ബാങ്ക് സെക്ടറിൽ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ജോയിൻ ചെയ്തു. ഒരു വെൽ നോൺ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ദുബായ്. ഡയറക്റ്റ് CBD എന്നല്ലായിരുന്നു, പക്ഷേ ഒരു തേർഡ് പാർട്ടി ത്രൂ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തു. ഐ വർക്ക് ദെയർ ഫോർ 2 years. 2 years കംപ്ലീറ്റ് ചെയ്ത് കഴിയാൻ നേരത്ത് എൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ട് എനിക്കാണെങ്കിൽ ഒരു ജോലി കിട്ടി. ഐ വാസ് വർക്കിംഗ് ഇൻ ഫെറാറി അൽതായർ ഗ്രൂപ്പ്. എല്ലാവർക്കും അറിയുന്ന ദുബായിൽ അൽതായർ ഗ്രൂപ്പ് ഫെറാറി ഷോറൂമിൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരു 2 വർഷം, ഓൾമോസ്റ്റ് 2 വർഷം ഞാൻ വർക്ക് ചെയ്തു. ദാറ്റ്സ് വെൻ ഐ അപ്ലൈഡ് ഫോർ എമിറേറ്റ്സ്. ആൻഡ് പിന്നെ എമിറേറ്റ്സിൻ്റെ ജേർണി തുടങ്ങി. എനിക്കറിയാം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എമിറേറ്റ്സ് ജേർണി ചെയ്യാമോ എന്ന്. ഹോപ്പ്ഫുള്ളി മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് വീഡിയോ എൻ്റെ അതായിരിക്കും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഞാനിപ്പോൾ പാർട്ട് ടൈമിനെ കുറിച്ച് പറഞ്ഞു. ദുബായിൽ ആക്ച്വലി ദിസ് ഇസ് സംതിങ് വിച്ച് യു ഗൈസ് നീഡ് ടു നോ. ദുബായിൽ പഠിച്ച് വളർന്ന ഒരു കുട്ടിയാണെങ്കിൽ ലൈക്ക് കോളേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാരോട് സംസാരിച്ചിട്ട് വിൽ സ്റ്റാർട്ട് ഗോയിങ് ഫോർ പാർട്ട് ടൈം ജോബ്സ്. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തോരം പാർട്ട് ടൈം ജോബ്സിനാണ് പോയിട്ടുള്ളതെന്ന്. ഞാൻ ഡവ് ക്രീമിൻ്റേതിന് പോയി, ഞാനാണെങ്കിൽ പെർഫ്യൂമിൻ്റേതിന് പോയി, ഈസ്റ്റേൺ മസാലപ്പൊടിക്ക് ഞാൻ പോയി. അങ്ങനെ കുറേ പാർട്ട് ടൈം ജോബ്, എക്സിബിഷന് പോയി, ഗൾഫ് ഫുഡ്, അങ്ങനെ കുറേ. ഞാൻ പോകാത്തതായിട്ടൊന്നുമില്ല. അത് ഞാൻ മാത്രമല്ല, എല്ലാ ദുബായിലെ കിഡ്സും ചെയ്യുന്നൊരു കാര്യമാണ് പാർട്ട് ടൈം ജോബിന് പോകുന്നത്. സോ എൻ്റെ CV എടുത്ത് നോക്കിയാൽ ഞാൻ ആദ്യത്തെ എൻ്റെ IT കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ എനിക്കധികം എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്ന്, ഫുൾ ടൈം ജോബ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. സോ എൻ്റെ CV വാസ് പാക്ഡ് വിത്ത് പാർട്ട് ടൈം ജോബ് എക്സ്പീരിയൻസ്. ലൈക്ക് എൻ്റെ CV നോക്കാൻ നേരത്തെ എനിക്കുണ്ടായിരുന്നു ആൾക്കാർക്ക് അറിയണം ദാറ്റ് ഞാൻ ഇത്രയും പാർട്ട് ടൈം ജോബിന് പോയി. ഞാൻ ഫ്രഷ് ഔട്ട് ഓഫ് കോളേജ് ആണെന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ മാക്സിമം ജോലിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന ജോലിയുടെ അത്രയും ഞാൻ പോയിട്ടുണ്ടെന്ന്. സോ മേ ബി ദാറ്റ്സ് വൈ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടിയത്. പിന്നെ ഫുൾ ടൈം ജോലി കിട്ടിയ CV ഒന്നും നിറയാൻ നേരത്ത് പിന്നെ ഞാൻ പാർട്ട് ടൈം എക്സ്പീരിയൻസ് റിമൂവ് ചെയ്തു. പക്ഷെ എന്നാലും എൻ്റെ CV-യിൽ നോക്കാൻ നേരത്ത് ഞാൻ എത്തിസലാത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എത്തിസലാത്ത്, CBD, എൻ്റെ IT കമ്പനി, ഫെറാറി എല്ലാം അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ CV-യിൽ കൊടുത്തിരുന്നത്. പിന്നെ എന്നോട് ചോദിച്ചേക്കുന്നത് ഹൈറ്റ് പ്രശ്നമാണോ ക്രൂ ആവുന്നതിൽ? ഹൈറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കാരണം വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, നമ്മൾ ക്രൂ ആയി കഴിയാൻ നേരത്ത് വി ഡോണ്ട് ഹാവ് ടു ലിഫ്റ്റ് ആൾക്കാരുടെ ബാഗേജ് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദ ഹാറ്റ് ട്രാക്ക്. നോ, അത് ഞങ്ങളുടെ ജോലിയല്ല. പക്ഷെങ്കിൽ നമ്മളുടെ ജോലി ഈസ് ടു ക്ലോസ് ദ ഹാറ്റ് ട്രാക്ക്. സോ ആ ഹാറ്റ് ട്രാക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മിനിമം ഹൈറ്റ് വേണം. സോ എമിറേറ്റ്സ് ചോദിക്കുന്ന ഹൈറ്റ് ഇസ് 160 സെൻറ്റിമീറ്റർ ടോൾ ആൻഡ് 212 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ലൈക്ക് ഹൈയിൽ നമുക്ക് നമ്മളുടെ ടിപ്ടോയിൽ നിൽക്കാൻ നേരത്ത്, ഇങ്ങനെ ടിപ്ടോയിൽ നിൽക്കാൻ നേരത്ത് 212 സെൻറ്റിമീറ്റേഴ്സ് ഹൈ നമുക്ക് തൊടാൻ പറ്റണം. വിച്ച് മീൻസ് ആ ഹാറ്റ് ട്രാക്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റണം. അതാണ് മെയിൻ തിങ്. സോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന നേരത്ത് നമ്മളോട് നിൽക്കാൻ പറയും, നമ്മുടെ ഹൈറ്റും ചെക്ക് ചെയ്യും, നമ്മളോട് അത്രയും സെൻറ്റിമീറ്റർ തൊടാനും പറയും. സോ ഹൈറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു ബി CSA. പക്ഷേ അതിനും ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇത്രയും ഹൈറ്റ് തൊടാൻ പറയത്തില്ല. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ CSA പൊസിഷൻസ് വിച്ച് ഇസ് കസ്റ്റമർ സർവീസ് അസിസ്റ്റൻസ്, അതും എമിറേറ്റ്സിൽ നോക്കാം. അതും ഞങ്ങളുടെ ക്രൂ ആയിട്ട് തന്നെയാണ്, പക്ഷേ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡു ഐ സ്റ്റേ ഇൻ കമ്പനി അക്കോമഡേഷൻ? സോ നോ, ഐ ഡോണ്ട് സ്റ്റേ ഇൻ കമ്പനി അക്കോമഡേഷൻ. കമ്പനി അക്കോമഡേഷനിൽ നിൽക്കുന്നത് യൂഷ്വലി ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ദുബായിൽ ഇല്ലാത്തവരാണ്. ഇപ്പം മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ഇപ്പം ക്യാബിൻ ക്രൂവിൻ്റെ തന്നെ നോക്കിയാലാണെങ്കിൽ ലൈക്ക് വെബ്സൈറ്റ് നോക്കിയാൽ കാണാം, ലൈക്ക് ഓരോ കൺട്രീസിൽ നിന്നാണ് അവർ ഹയർ ചെയ്യുന്നത്. സോ എൻ്റെ കൂടെ ഉള്ള ഇപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരാൾ പാകിസ്ഥാനിൽ നിന്നും ഒരാൾ പാരീസിൽ നിന്നും ഒക്കെയാണ്. സോ ലൈക്ക് അവിടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരെ ദുബായിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ ആൾക്കാരാണ് ക്രൂ അക്കോമഡേഷനിൽ നിൽക്കുന്നത്. ഐ വാസ് ഹയർഡ് ഫ്രം ദുബായ്. ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഡിക്ലെയർ ചെയ്തായിരുന്നു എനിക്ക് എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്.
സോ അങ്ങനെ ഒബ്വിയസ്ലി ഇതിൽ ആസ്കസ് ഫോർ പ്രൂഫ്, ചുമ്മാ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ പ്രൂഫ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ അപ്രൂവ് ചെയ്താൽ വിൽ ഗെറ്റ് ഒരു ലിവ് ഔട്ട് അലവൻസ് ആയിട്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ താമസിക്കുന്നത്. സോ മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ കാണിക്കുന്ന പോലെ ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റ് ടൂർ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ കമ്പനി അക്കോമഡേഷനിലല്ല നിൽക്കുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ഐ അപ്ലൈ ടു ബി എ ക്യാബിൻ ക്രൂ? സോ എന്നെ ദുബായിൽ നിന്ന് ഹയർ ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് ദുബായിലെ ഹയറിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ദുബായിൽ ഇഫ് യു വോണ്ട് ടു ബി എ ക്യാബിൻ ക്രൂ, മെയിൻ തിങ് ഈസ് യു നീഡ് ടു ബി ഇൻവൈറ്റഡ്, വിച്ച് മീൻസ് ദുബായിൽ യു വെബ്സൈറ്റിൽ പോവുക ആൻഡ് ദെൻ അപ്ലൈ ചെയ്യുക ഫോർ ദ പൊസിഷൻ ദാറ്റ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. ക്യാബിൻ ക്രൂവോ ക്യാബിൻ സർവീസ് അസിസ്റ്റൻറ്റോ ഏത് പൊസിഷനാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുക ആൻഡ് ദെൻ യു നീഡ് ടു ബി ഇൻവൈറ്റഡ് ഫോർ ദി ഇൻ്റർവ്യൂ. സോ മെജോറിറ്റി ഓഫ് ദ കൺട്രീസിൽ ഓപ്പൺ ഡേ എന്ന് പറഞ്ഞ് കാണും, വിച്ച് മീൻസ് ലൈക്ക് ജസ്റ്റ് റാൻഡമായിട്ട് നമുക്ക് വാക്ക് ഇൻ ചെയ്താൽ മതി. പക്ഷേ ദുബായിൽ അങ്ങനെയല്ല. ദുബായിൽ യു നീഡ് ടു ബി ഇൻവൈറ്റഡ്. യു അപ്ലൈ ഫോർ ദ പൊസിഷൻ, യു നീഡ് ടു ബി ഇൻവൈറ്റഡ് ഫോർ ദി ഇൻ്റർവ്യൂ. എന്നിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ഗോ ഫോർ ദി ഇൻ്റർവ്യൂ ആൻഡ് ദെൻ ഇൽ ഗോ ഫോർവേഡ്. അങ്ങനെയാണ് ലൈക്ക് പ്രോസസ് ബൈ പ്രോസസ്. പിന്നെ പറയാം, അത് ഞാൻ എൻ്റെ എമിറേറ്റ്സ് ജേർണിയിൽ ഞാൻ പറയാം അത് എങ്ങനെയാണ്. പക്ഷേ ജസ്റ്റ് സോ യു നോ, ദുബായിൽ യു നീഡ് ടു ബി ഇൻവൈറ്റഡ്. ബാക്കി എല്ലാ കൺട്രീസിലും, ബാക്കി മെജോറിറ്റി ഓഫ് ദ കൺട്രീസിൽ ഇറ്റ്സ് വാക്ക് ഇൻ. ജസ്റ്റ് റാൻഡമായിട്ട് വാക്ക് ഇൻ ചെയ്യുക, യു സബ്മിറ്റ് യുവർ CV, യു ഡു ദി ഇൻ്റർവ്യൂ ആൻഡ് ദെൻ ഇറ്റ് ഗോസ് ഓൺ. അങ്ങനെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കൊന്നും എൻ്റെ പെണ്ണ് കാണൽ വീഡിയോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ ചോദിച്ചു എനിക്ക് സെക്കൻഡ് സ്റ്റഡ് അല്ലെങ്കിൽ മുക്കുത്തിയൊക്കെ എമിറേറ്റ്സിൽ പാടുണ്ടോ എന്ന്. സോ വർക്കിൻ്റെ സമയത്ത് നോ, ഇടാൻ പാടില്ല. ജസ്റ്റ് ഒരു കമ്മൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. മുക്കുത്തി ഉണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റഡോ തേർഡ് സ്റ്റഡോ എന്തെങ്കിലും ചെവിയിലുണ്ടെങ്കിൽ അത് ഊരി വെക്കുക, അത്രയേ ഉള്ളൂ. ഊരി വെച്ചാൽ മാത്രം മതി. നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമാണ് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. വർക്കിൻ്റെ സമയത്ത് ഇടാൻ പാടില്ല, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇസ് ഇംഗ്ലീഷ് മാൻഡേറ്ററി ടു അപ്ലൈ ഫോർ ക്യാബിൻ ക്രൂ? എൻ്റെ ഇംഗ്ലീഷ് അധികം ശരിയല്ല, ചേച്ചി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. സോ ഇതെന്നോട് ഒരാൾ ചോദിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം. സോ ഇംഗ്ലീഷ് ഈസ് വെരി മച്ച് റിക്വയർഡ്, കാരണം എല്ലാവർക്കും അറിയുന്ന ഒരു ലാംഗ്വേജ് ഈസ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, ഇറ്റ് ഈസ് എ മസ്റ്റ്. ഇൻ കേസ് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് പോലെ പുട്ട് ഇൻ ദാറ്റ് എഫേർട്ട്, എന്നിട്ട് എങ്ങനെയും ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുക. എബ്രോഡ് പോയാൽ മാത്രമേ ഇംഗ്ലീഷ് പഠിക്കൂ എന്നൊന്നുമില്ല. നാട്ടിലാണേലും ദുബായിലാണേലും അല്ലെങ്കിൽ വേറെ ഏത് കൺട്രിയിലാണേലും ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നെങ്കിൽ യു ക്യാൻ ഡൂ സം ഓൺലൈൻ കോഴ്സ്. അങ്ങനെ നമുക്ക് ചെയ്യാം. എന്തോരം ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. അങ്ങനെ നമുക്കൊന്നെങ്കിൽ എൻറോൾ ചെയ്ത് അങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും, ഫ്രണ്ട്സ് മലയാളി ആണെങ്കിലും ഫ്രണ്ട്സിനോട് ഇംഗ്ലീഷിൽ കൂടുതൽ സംസാരിക്കാൻ നോക്കുക. കാരണം ഇത് നമ്മുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ വാച്ച് ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സീരീസ്. ഞാനൊക്കെ ഇംഗ്ലീഷ് സീരീസ് കാണുന്നതിന് കയ്യും കണക്കുമില്ല. നെറ്റ്ഫ്ലിക്സിലൊക്കെ മിക്കതുമൊക്കെ ഞാൻ കണ്ടു തീർത്തയാണ്. സോ ഇംഗ്ലീഷ് അങ്ങനെയും പഠിക്കാം. പക്ഷേ നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. നമ്മൾ എങ്ങനെയും പഠിക്കണം. മാത്രമല്ല ഇത് നമ്മുടെ ഫ്യൂച്ചറിൽ ആവശ്യമുള്ള കാര്യമാണ്. നമ്മൾ എവിടെ പോയാലും എങ്ങോട്ട് പോയാലും ഇംഗ്ലീഷ് ഈസ് വെരി മച്ച് റിക്വയർഡ്. സോ ആ ഒരു എഫേർട്ട് ഇടുക. ഇംഗ്ലീഷ് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യു നീഡ് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ബേസിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇൻ കേസ് നാട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോവുകയാണെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് ഈസ് ഓൾവേസ് എ പ്ലസ് പോയിൻറ്റ്. എന്നോട് ചോദിച്ചേക്കുന്നത് എത്ര ലാംഗ്വേജസ് അറിയണം ക്രൂ ആവാൻ വേണ്ടിയിട്ട്? ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. ഇപ്പം UK എന്നൊക്കെ ഹയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. അവർക്ക് അങ്ങനെ വേറെ ലാംഗ്വേജസ് ഒന്നുമില്ല. നമുക്കാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളം അറിയാം. അതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജാണ്. പക്ഷേ ലൈക്ക് ക്രൂ ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ് ഈസ് ഇംഗ്ലീഷ് അറിയുക, പിന്നെ കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പ്രൊമോഷൻ വർക്ക് ഇൻ എമിറേറ്റ്സ് ക്യാബിൻ ക്രൂ? സോ ഇപ്പം ഞാൻ എക്കോണമിയിലാണ്. സോ എക്കോണമി കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി വെൻ ദർ ഇസ് വേക്കൻസി ഇൻ ബിസിനസ് ക്ലാസ്സിലേക്ക് എത്ര ആൾക്കാർ ബിസിനസ് ക്ലാസ്സിലേക്ക് പോകും. ബിസിനസ് ക്ലാസ്സിനെയാണ് ഗ്രേഡ് 1 എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാൻ ഗ്രേഡ് 2 ആണ്, ഞാൻ എക്കോണമിയാണ്. ഇൻ ഫ്യൂ മന്ത്സ് മോസ്റ്റ് പ്രോബ്ലി ഹോപ്പ്ഫുള്ളി ഐ ബിക്കം ബിസിനസ് ക്ലാസ് ക്രൂ, ഗ്രേഡ് 1 അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് അവരെ FG1s എന്നും വിളിക്കും. FG1 കഴിഞ്ഞാൽ സൂപ്പർവൈസർ. ഇതിനെല്ലാം ലൈക്ക് വേക്കൻസി വരുന്ന അനുസരിച്ചാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ചില ആൾക്കാർ എക്കോണമിയിൽ ജസ്റ്റ് 1 year വർക്ക് ചെയ്യും, ചില ആൾക്കാർ 6 വർഷം വർക്ക് ചെയ്യും, 7 വർഷം വർക്ക് ചെയ്യും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വേക്കൻസി. സോ വേക്കൻസി അനുസരിച്ച് എക്കോണമി ടു ബിസിനസ് ടു ഫസ്റ്റ് ക്ലാസ് ടു സൂപ്പർവൈസർ ആയി കഴിഞ്ഞാൽ 2 വർഷം സൂപ്പർവൈസർ ആയിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ പേഴ്സൺ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ
പേഴ്സണാണ് ഞങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ സൂപ്പർവൈസറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ക്യാബിൻ ക്രൂ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ സെക്ടറല്ല, ഞങ്ങൾ ഓരോ ക്യാബിനിലെ ക്രൂ എല്ലാവരും സൂപ്പർവൈസറിന് റിപ്പോർട്ട് ചെയ്യും. സൂപ്പർവൈസർ റിപ്പോർട്ട് ചെയ്യുന്ന പേഴ്സർ റിപ്പോർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ക്രൂ ക്യാപ്റ്റനാണ്. സോ ക്യാപ്റ്റനാണ് ചീഫ് ഓഫ് കമാൻഡ്. പുള്ളിക്കാരനാണ് ഫ്ലൈറ്റിൻ്റെ ഇൻചാർജ്. പക്ഷേ ഞങ്ങൾ ക്രൂവിൻ്റെയും ബാക്കി പാസഞ്ചേഴ്സിൻ്റെ എല്ലാം ഇൻചാർജ് ഇസ് ദ പേഴ്സർ. ഇൻ കേസ് ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ പുട്ട് ദം ഇൻ ദ കോമെൻറ്റ്സ് ഡൗൺ ബിലോ. ഞാൻ മാക്സിമം എൻ്റെ അടുത്തൊരു ഇൻ കേസ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഐ ഇൻഡിവിജ്വലി റിപ്ലൈ, അല്ലെങ്കിൽ ഐ ഓൾസോ ട്രൈ ടു മേക്ക് another part 2 video. So that's pretty much it, guys. I'll see you guys on my next video. Till then, bye.